പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഏറെ സന്തോഷത്തോടെയാണ് കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് അനക്കം വെച്ച് കണ്ടതിലുള്ള സന്തോഷത്തോടെ. Outside which says Ente Booth, Ente Abhiman. ഈ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം തന്നെ എന്റെ ബൂത്ത് എന്റെ അഭിമാനമാണ് എന്നതാണ്. I would like to conclude by saying thank you and Jai Hind. ഞാൻ നിങ്ങളോട് നന്ദിയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. Mr. Satisan is saying that he was having trouble listening, and he's correct because here the noise, there's quite a lot of noise here, so it's been difficult for him to translate, so please give him a hand. Thank you. Rahul Gandhi! Rahul Gandhi! Rahul Gandhi! Rahul Gandhi! എന്തൊക്കെ പറഞ്ഞാലും ഒരംഗത്തിന് കൂടി കേരളത്തിലും കോൺഗ്രസിന് ബാല്യമുണ്ട്. പറ്റേ അങ്ങോട്ട് കിടപ്പായിട്ടില്ല. നിങ്ങൾക്ക് സമീപകാലത്ത് എന്താ പറഞ്ഞത്? കോൺഗ്രസ് ക്ഷീണിച്ചിരിക്കുന്നു, കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരുമോ എന്ന കാര്യം. ഇതാ കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലപ്രഖ്യാപനം വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് എവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് പറഞ്ഞ പോലെ 2020 അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരൊക്കെ കൊച്ചിയിൽ എത്തിയതുകൊണ്ട് KPCC പ്രസിഡന്റിനെ നെഗളിക്കാനായി എന്ന് ചുരുക്കം. ഇവരെ വിജയിപ്പിക്കാൻ വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരു വലിയ ടീം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബെന്നി ഇവിടെ ഇല്ലാതെ പോയി, എനിക്ക് വിഷമമുണ്ട്. ബെന്നി ഇതിലും വലിയ വിഷമത്തിലാണ്, വിഷമവൃത്തത്തിലാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണല്ലോ ബെന്നി ബെഹനാൻ. UDFന്റെ സംസ്ഥാന നേതൃത്വം ശ്രീ രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിച്ചു. എല്ലാവരും ഇന്നത്തെ യോഗത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ചും വലിയ അഭിപ്രായമാണ് പറഞ്ഞത്. ഇന്നത്തെ യോഗവും ആ പ്രസംഗവും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റാർട്ടാണെന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കും. എല്ലാ ഘടകകക്ഷി നേതാക്കളും രാഹുലിൻ്റെ പ്രസംഗത്തെ പൊക്കി പറഞ്ഞിരിക്കും. ആട്ടെ, രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞു? രാഹുൽ ഗാന്ധി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, അതിന് വേണ്ടിയിട്ട് 2020 20 സീറ്റും പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തും. 20 സീറ്റും പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്ന് UDF നേതാക്കൾ പറഞ്ഞപ്പോൾ ആ 20 സീറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന ആശംസയാണ് അദ്ദേഹം. അങ്ങനെയാണോ? 20 സീറ്റുകളും പിടിക്കുമെന്നാണോ UDF നേതാക്കൾ പറഞ്ഞത്? അതോ അവരവൻ്റെ പാർട്ടിക്ക് ഓരോ സീറ്റ് അധികം പിടിക്കുമെന്നോ? കൃത്യമായി അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. പൊതുവായിട്ടുള്ള കാര്യം UDFനെ ശക്തീകരിക്കുക, തെരഞ്ഞെടുപ്പിലേക്ക് വേഗം നീങ്ങുക, പരമാവധി തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സെക്യൂർ ചെയ്യുക. പരമാവധി സീറ്റുകൾ സെക്യൂർ ചെയ്യുക എന്നാൽ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് അധികം കിട്ടുക എന്നല്ലേ? അത് ചോദിച്ചില്ലേ? ഇല്ലില്ല, പ്രത്യേക ഇൻഡിവിജ്വൽ സീറ്റ്സ് ഒന്നും ചർച്ച ചെയ്തില്ല. അല്ല, കേരള കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ളതിന് പുറമെ ഇനി അത് മതി. ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾ മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. അല്ല, അതൊക്കെ ഉഭയകക്ഷി ചർച്ചയിലാകും. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് അധികം ചോദിച്ചു എന്ന് മാണി സാറ് സമ്മതിച്ചത് ജോസഫ് ചെവി കടിച്ചതിന് ശേഷമാണേ. എന്തോ ആട്ടെ, മാണി പോട്ടെ, കോണി വരുന്നുണ്ട്. അവർ ചോദിച്ചു ആവോ? അതില്ല, അത് കേരളത്തിലാണ് സംസാരിക്കേണ്ടത്. ശ്രദ്ധയപ്പെടുത്തി ഓരോ പാർട്ടിയും അതിന്റെ ക്ലെയിമൊക്കെ ശ്രദ്ധയപ്പെടുത്തി. രാഹുൽ ഗാന്ധിയോട് പറഞ്ഞോ? അല്ല, അതൊക്കെ എല്ലാവരും പറയല്ലോ, സ്വാഭാവികല്ലേ പറയല്ലോ. പക്ഷെ അതൊക്കെ കേരളത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അതിനിപ്പോ UDF അടുത്ത് തന്നെ കൂടുന്നുണ്ട്. ഓക്കെ. കാര്യം കൃത്യമായി അറിയണമെങ്കിൽ ETയോട് ചോദിക്കേണ്ടി വരും. അതാണിപ്പോൾ ലീഗിലെ അവസ്ഥ. കുഞ്ഞാപ്പാക്ക് ഒന്നിനും നേരമില്ല, വാലിന് തീ പിടിച്ച പോലെ ഓടുകയാണ്. ET ആണെങ്കിൽ നിന്ന് പറഞ്ഞു തരും. ഇന്നലെ
രാഹുൽ ഗാന്ധിജിയായിട്ടുള്ള നമ്മുടെ സംസാരം, ഇന്നലെ രാഹുൽ ഗാന്ധിജിയായിട്ടുള്ള നമ്മുടെ സംസാരം ആകെ ഒരു അരമണിക്കൂറുണ്ടാവും. ഇതിനിടയിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളെ പാർട്ടിയെ പ്രതിനിധി സംസാരിച്ചിരുന്ന ഊഞ്ഞാൽ സാഹിബായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഈ BJPയുടെ ദുഷ്ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ ശക്തമായി മുസ്ലിം ലീഗ് കൂടെയുണ്ട്. ആ മാറ്റത്തിന് അങ്ങ് നേതൃത്വം കൊടുത്താൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ആ മാറ്റത്തിന് അനുകൂലമാണെന്നാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, സീറ്റ് വിഭജനം പോലെ മറ്റു കാര്യങ്ങളുണ്ട്. ലോക്കലായിട്ട് ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചർച്ച നിങ്ങൾ ഇവിടെ കൊണ്ട് തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെയാണ് ആ ചാപ്റ്റർ അവസാനിപ്പിച്ചത്. ആ ചാപ്റ്റർ അങ്ങനെ അവസാനിച്ചോ? അപ്പോൾ ലീഗ് 3-ാം സീറ്റ് ചോദിക്കുന്നില്ലേ? ഇപ്പോൾ ലീഗിന് ഒരു 3-ാം പാർലമെൻറ്റ് സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട്. ഞങ്ങളത് ചോദിക്കും. ഇലക്ഷന് മുമ്പ് ചോദിക്കുമോ അതോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചോദിക്കുമോ? അതല്ലാതെ ഇപ്പോൾ ഏതാണ് എന്താണ് എങ്ങനെ എന്നീ ഘട്ടത്തിൽ പറയാൻ ഒക്കില്ല. ലീഗിന് 3-ാം സീറ്റിന് അർഹതയുള്ളതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ആവശ്യപ്പെടും. അത് വ്യക്തമാണ്. ഇതുവരെ കിട്ടിയ കണക്ക് വെച്ച് നോക്കിയാൽ കോൺഗ്രസ് മത്സരിക്കാൻ സീറ്റ് പുറത്ത് നോക്കേണ്ടി വരും. കേരളത്തിന് പുറത്ത് ഇവിടെ ആവശ്യക്കാർ ധാരാളമുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ ഫോർവേഡ് ബ്ലോക്ക് ഒരു സീറ്റ് ആവശ്യപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ 12-ാം തീയതി കൊല്ലത്ത് ചേർന്ന് കൈക്കൊണ്ട തീരുമാനം വരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏകോപന സമിതി യോഗത്തിലും ഉഭയകക്ഷി ചർച്ചയിലും പാർട്ടി ഉന്നയിക്കും. ആളെ മനസ്സിലായല്ലോ. സഖാവ് ദേവരാജൻ ഫോർവേഡ് ബ്ലോക്കിൻ്റെ കമാൻഡർ ഇൻ ചീഫ്, വലിയ കക്ഷിയാണ്. ദേശീയ തലത്തിൽ 23 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിലും BJPക്കെതിരായിട്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ വേദിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിലും BJPക്കെതിരായിട്ടുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ പൂർണ്ണമായും സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലും മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഈ ആവശ്യത്തിന് കൂടുതൽ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഫോർവേഡ് ബ്ലോക്കിനെ വളരെ അനുഭാവപൂർവമായ പരിഗണനയാണ് ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ ആയിരിക്കാം. ഇത് ചോദിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് കണ്ടറിയണം.